ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതെന്താണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാമെന്നായിരിക്കും. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ്. അപ്പോൾ ഈ മദർ ബോർഡ് എന്താണ്, ഇതിൻ്റെ കോമ്പോണൻസിൻ്റെ നെയിമുകളൊക്കെ എന്താണ്, ഇതിൻ്റെ പോർട്ടിൻ്റെയൊക്കെ യൂസ് എന്താണ്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇത് ഇൻ്റലിൻ്റെ 61 സീരീസിലുള്ള ഒരു മദർ ബോർഡാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ കാണാൻ സാധിക്കും, DH61HO. അതായത് 61 സീരീസിലുള്ള ഒരു മദർ ബോർഡാണ്. ഏതൊരു കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയിരുന്നാലും അത് വളരെ സ്മൂത്തായിട്ട് റൺ ആവണമെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡുകൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും വരാൻ പാടില്ല. ഈ ബോർഡിൽ എന്തെങ്കിലും ഒരു കോമ്പോണൻസ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് നമ്മൾ ഈ ബോർഡ് സർവീസ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയത് റീപ്ലേസ് ചെയ്താൽ മാത്രം തന്നെ കമ്പ്യൂട്ടർ വന്ന് നമുക്ക് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഈ മദർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സോക്കറ്റും ഒരുപാട് പോർട്ടുകളും കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായി കാണാൻ പറ്റും. അപ്പോൾ ഈ പോർട്ടുകളും ഈ സോക്കറ്റുകളൊക്കെ എന്തിനാണ് ഉള്ളത്, അതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ രണ്ട് പോർട്ട്, ഒരു ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും, ഈ രണ്ട് പോർട്ടിന് PS2 പോർട്ട് എന്ന് പറയും. ഇതിൻ്റെ യൂസ് എന്തിനാണെന്ന് വെച്ചാൽ പഴയ കീബോർഡ് മൗസ് എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലൊരു സോക്കറ്റാണ്. ഇതാണ് VGA പോർട്ട് എന്ന് പറയുന്നത്. VGA പോർട്ട് യൂസ് ചെയ്യുന്നത് മോണിറ്ററിൻ്റെ ഔട്ട് കൊടുക്കാനോ പ്രൊജക്ടർ കണക്ട് ചെയ്യാനോ ഒക്കെ ഈ പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ 4 പോർട്ടും USB പോർട്ടാണ്. USB പോർട്ട് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇതിൽ നമുക്ക് പ്രിൻ്റർ, USB മൗസ്, USB കീബോർഡ്, USB സ്പീക്കർ ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ USB പോർട്ട്. ഇത് 2.0 ആണ്, ഇതിൻ്റെ 2.0 ആണ് ഇതിൻ്റെ സ്പീഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈത്തർനെറ്റ് പോർട്ട് അഥവാ LAN പോർട്ട്. ഈ പോർട്ട് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കേബിൾ മുഖേന ഇൻ്റർനെറ്റോ നെറ്റ്വർക്കോ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് ഈ നെറ്റ്വർക്ക് പോർട്ട്. ഈ LAN പോർട്ട് എന്നുണ്ടെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ടാണ്. ഇവിടെ കാണുന്ന ഈ ഒരു കണക്ടറാണ് മദർ ബോർഡിലെ ആഡിയോ ഔട്ട്പുട്ട് വരുന്ന കണക്ടർ. ഇനി മദർ ബോർഡിൻ്റെ ഉൾവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ കാണുന്ന ഒരു സ്റ്റീൽ പോർഷൻ, ഈ കാണുന്ന ഒരു പോർഷനാണ് CPU സോക്കറ്റ് എന്ന് പറയുന്നത്. CPU സോക്കറ്റിലാണ് നമ്മൾ പ്രോസസ്സറെല്ലാം ആഡ് ചെയ്യാനുള്ള പോർട്ട് ഇതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ബ്ലൂ കളറിലുള്ള ഈ വലിയ നീളമുള്ള 2 സ്ലോട്ടുകളാണ് ഡിം സ്ലോട്ട് എന്ന് പറയുന്നത്. ഡിം എന്ന് പറഞ്ഞാൽ ഡിവൽ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾ. ഇവിടെയാണ് നമുക്ക് റാമിൻ്റെ പോർട്ട്, ഇതാണ് റാമെല്ലാം കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇതാണ്. ഓക്കെ, അടുത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 പിൻ SMPSൽ നിന്ന് വരുന്ന ഒരു 4 പിൻ സോക്കറ്റ് പവർ കണക്ടർ കാണാം. ഈ പവർ സോക്കറ്റ് എന്തിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു 12 വോൾട്ട് കണക്ടറാണ്. ഇത് പ്രോസസ്സറിന് വേണ്ടിയുള്ള പവർ ഈ സോക്കറ്റ് വഴി നിന്നാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ഈ സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന ഈ ബ്ലൂ കളർ പോർട്ടാണ് AGP സ്ലോട്ടാണ്, ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട്. ഇതിലാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡോ VGA കാർഡോ എന്ത് ഗ്രാഫിക്സ് സംബന്ധമായിട്ടുള്ള കാർഡ് ആഡ് ചെയ്യാനുള്ള സ്ലോട്ടാണ് ഇത്. ഇവിടെ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് മദർ ബോർഡിലെ CMOS എന്ന് പറയും. CMOS ബാറ്ററിയാണ് ഇത്. ഇതൊരു 3 വോൾട്ടിൻ്റെ CMOS ബാറ്ററിയാണ്. ഈ കാണുന്ന കണക്ടറാണ് SMPS കണക്ടർ. മദർ ബോർഡിൻ്റെ മറ്റേ കോമ്പോണൻസിനെല്ലാം ആവശ്യമുള്ള പവർ കൊടുക്കാനുള്ള പോർട്ട്സാണ് ഈ കണക്ടർ. ഇത് വന്ന് 24 പോർട്ട് പിൻ കണക്ടറാണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ 2 ബ്ലാക്ക് കളർ പോർട്ടുകളാണ് PCI എക്സ്പ്രസ് പോർട്ടുകളാണ്. കുറച്ചുകൂടി പഴയ മദർ ബോർഡിലാണെങ്കിൽ നിങ്ങൾ ഈ PCI സ്ലോട്ടുകൾ വൈറ്റ് കളറിൽ കുറച്ച് നീളമായിട്ടിരിക്കും, അതാണ് PCI സ്ലോട്ടാണ്. അതിൻ്റെ സ്പീഡ് കുറവാണ്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ബോർഡുകളിലെല്ലാം PCI എക്സ്പ്രസ് സ്ലോട്ടുകളാണ്. ഇതിൻ്റെ സ്പീഡും വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗമാണ്, ഈ IC ആണ് ചിപ്സെറ്റ് IC എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മദർ ബോർഡിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡുകളാകാം, റാംസ് ആകാം, മോണിറ്റർ ആകാം, USB കണക്ട് ചെയ്യുന്ന പ്രിൻ്ററോ കീബോർഡ് മൗസ്
പെൻ ഡ്രൈവ് എന്തായാലും പ്രോസസ്സറിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഈ IC വഴിയാണ്. അതുകൊണ്ട് ഒരു മദർ ബോർഡിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പോണൻ്റാണ് ഈ ചിപ്സെറ്റ് എന്ന് പറയുന്നത്. പഴയ മദർ ബോർഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ചിപ്സെറ്റ് ഉണ്ടാകും. ഒന്ന് നോർത്ത് ബ്രിഡ്ജ്, ഒന്ന് സൗത്ത് ബ്രിഡ്ജ്. ആ 2 ചിപ്പിനെയും ചേർത്താണ് ഇപ്പോൾ ചിപ്സെറ്റായിട്ട് ഒരു IC ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനീസ്. ഇനി നിങ്ങൾ ഇവിടെ കാണുന്ന ഈ 4 പിൻ കണക്ടറാണ് പ്രോസസ്സറിൻ്റെ പുറത്ത് വയ്ക്കുന്ന പ്രോസസ്സർ ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടാണ് ഇതാ കാണുന്നത്. ഇതിൻ്റെ അടുത്ത് നിങ്ങൾ CPU ഫാൻ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CPUവിൻ്റെ ഫാൻ കൊടുക്കാനുള്ള പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ പോർട്ടാണ് CPUവിൽ ക്യാബിനറ്റിൽ വരുന്ന റിയർ ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടാണ് ഈ കാണുന്ന ആൽപ്പോ. നിങ്ങളിവിടെ കാണുന്ന ഈ IC ആണ് നമ്മുടെ ബയോസ് IC. ഈ ബയോസ് ICയെ കോൺഫിഗർ ചെയ്യാനുള്ള ജമ്പറാണ് ഈ ജമ്പർ. ഇപ്പം നമ്മൾ വൺസ് ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഈ ICൻ്റെ ചിപ്പിനകത്ത് സേവ് ആകും. ഈ ചിപ്പ് വന്ന് പവർ നമ്മളിപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിരുന്നാലും പ്രോപ്പറായിട്ട് ഈ IC വന്ന് ഓഫാകാൻ വേണ്ടിയുള്ള ഒരു ബാക്ക് ബോൺ ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ നിന്ന് ഒരു 3 വോൾട്ട് സപ്ലൈ എപ്പോഴും ആ ICയിലോട്ട് പാസ്സായിക്കൊണ്ടിരിക്കും. ഈ ICയിലുള്ള ഡേറ്റാസിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഈ ജമ്പർ കണക്ടർ. ഈ കാണുന്ന 2 കണക്ടറാണ് സാറ്റാ പോർട്ട് കണക്ടർ. സാറ്റാ പോർട്ടിലാണ് നമുക്കിപ്പോൾ ഉള്ള ഹാർഡ് ഡിസ്ക്, DVD റൈറ്റർ ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് സാറ്റ. ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നതൊന്നുമല്ല നമ്മുടെ ക്യാബിനറ്റിൽ നിന്ന് വരുന്നുള്ള കണക്റ്റേഴ്സിൻ്റെ സ്ലോട്ടുകളാണ്. പവർ സ്വിച്ച്, റീസെറ്റ് സ്വിച്ച്, പവർ LED, റീസെറ്റ് LED ഇതിൻ്റെ എല്ലാ കണക്ടർ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഫ്രണ്ട് ആഡിയോ, ഫ്രണ്ട് USB ഇതിൻ്റെയൊക്കെ കണക്ടർ വരുന്നത് ഇവിടെയാണ്. ഈ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റെഡ്, ഗ്രീന്, ബ്ലൂ, ഗ്രേ അതുപോലത്തെ ഈ സെക്ഷൻ ഫുള്ളായിട്ടാണ് ഫ്രണ്ട് പാനൽ കണക്ഷനാണ്. ഇത് നമ്മുടെ CPU കേസിൻ്റെ പവർ ബട്ടണും റീസെറ്റ് ബട്ടണും ഹാർഡ് ഡിസ്ക് LEDയും പവർ LEDയും കണക്ഷൻ കൊടുക്കാനുള്ള സ്ലോട്ടാണ് ഇത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ 2 പോർട്ടുകളാണ് ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് USB കണക്ഷൻ കൊടുക്കാനുള്ള 2 പോർട്ടുകളാണ് ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോം പോർട്ടാണ്. സീരിയൽ പോർട്ട് നമ്മൾ അഡീഷണലായിട്ട് CPUയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ പോർട്ടിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഈ സ്ലോട്ടിൽ കൊടുക്കും. അതേപോലെ ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ പോർട്ടാണ് ഫ്രണ്ട് ആഡിയോ പോർട്ട്. CPU ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആഡിയോ പോർട്ട് വർക്ക് ആവണമെങ്കിൽ CPUവിൽ നിന്ന് വരുന്ന ആഡിയോ പോർട്ടിന് വരുന്ന കേബിൾ ഈ പിന്നിൽ കണക്ഷൻ കൊടുത്താൽ മാത്രമേ വർക്കാവുള്ളൂ. ഇത് ഫ്രണ്ട് ആഡിയോയ്ക്കുള്ള പോർട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചേർന്നതാണ് ഒരു കമ്പ്യൂട്ടർ മദർ ബോർഡ്. നിങ്ങൾക്ക് എന്താണ് ഈ മദർ ബോർഡ്, അതിൻ്റെ യൂസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ